കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാരും ഇവിടെ കല്ലുപോലെ നിപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ണു വെട്ടിച്ച് അവൾ എങ്ങനെയാ മുങ്ങിയത്? ചിലപ്പോ അച്ഛമ്മ തന്നെ ആയിരിക്കും ചേച്ചിയെ പറഞ്ഞു വിട്ടത്. ശ്രേയ ചേച്ചി എന്ത് ചെയ്താലും കൂട്ടിന് അച്ഛമ്മ ഉണ്ടാവല്ലോ. വെറുതെ എന്നെ കുറ്റം പറയാൻ നോക്കണ്ട. നിനക്കല്ലെങ്കിലും എന്നെ കണ്ടുകൂടല്ലോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ മാനേജ് ചെയ്ത പോലെ ഈ യാഗത്തിലും അച്ഛമ്മ എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്തോളുമെന്ന് ചേച്ചി വിചാരിച്ചു പോകരുത്. ഞാൻ അവളെ പറഞ്ഞയച്ചെന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞയച്ചതോ പോയതോ എന്തോ ആവട്ടെ, യാഗത്തിന് മുമ്പ് അവളോട് തിരിച്ചു വന്നില്ലെങ്കിൽ ആകെ പ്രശ്നോ. പിന്നെ ഈ കൊട്ടാരം വീട്ടിലെ ആൾക്കാരുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാനാവില്ല. വൈദേഹി പറഞ്ഞത് ശരിയാ. അവള് തിരിച്ചു വന്നില്ല, നമ്മൾ എന്തു ചെയ്യും? ചേച്ചി ഇനി വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അച്ഛമ്മക്ക് വലിയ മിടുക്കല്ലേ. ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെക്കുന്നതാ നല്ലത്. കൗസല്യേ, മരുമകളോട് പെട്ടെന്ന് വരാൻ പറയുക. യാഗം തുടങ്ങാനുള്ള മുഹൂർത്തമായിരിക്കണു. ഇപ്പൊ വിളിക്കാൻ ഗുരുക്കളെ. ഇതുവരെ ശ്രേയ എത്തിയിട്ടില്ല. എന്താ ചെയ്യുക? അമ്പലത്തിൽ പോയതല്ലേ, അവൾ ഇപ്പൊ എത്തും. എന്നുവെച്ചാ ശ്രേയ വീട്ടിലില്ല എന്നർത്ഥം. കൃത്യം യാഗം തുടങ്ങാൻ സമയമായപ്പോ ശ്രേയ വീട്ടിലില്ലെങ്കിൽ ഇത് ഊർമിളയുടെ പ്ലാൻ തന്നെ ആയിരിക്കും. നീ അടിപൊളിയാണ് പെണ്ണെ, അതല്ലേ എനിക്ക് നിന്നെ ഇഷ്ടം. വീട്ടികൾ ശ്രേയ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഹോമകുണ്ടം തയ്യാറാക്കി കാത്തിരിക്കുക. അച്ഛാ, അച്ഛനൊരു കാര്യം അറിയോ? ഈ യാഗം നടക്കാൻ പോണില്ലേ? നടക്കില്ലെന്നോ? അതെന്താണ് നടക്കാത്തെ? എന്താണെന്നോ ഏതാണെന്നോ എന്നോട് ചോദിക്കണ്ട. നടക്കില്ല എന്ന് മാത്രം ഉറപ്പിച്ചു പറയാം. അതിനുള്ളതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. യാഗം പൂർണ്ണമായില്ലെങ്കിൽ പട്ടാഭിഷേകം പൂർണ്ണമാവില്ലല്ലോ. അതായത് എനിക്ക് വീണ്ടും ഒരു ചാൻസ് ഉണ്ടെന്ന്. ഇപ്രാവശ്യം ഞാൻ ആ ചാൻസ് കളയില്ല. യാഗത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞപ്പോ നിനക്കതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടന്നല്ലോ. യാഗത്തിന് കൂടാൻ പോലും പറ്റാതെ. അതുകൊണ്ടാ പറയാറ്, എല്ലില്ലാത്ത നാവുകൊണ്ട് വേണ്ടാത്തൊന്ന് വിളിച്ചു പറയരുതെന്ന്. ചിലപ്പോ അതിങ്ങനെ ഫലിച്ചെന്നിരിക്കും. ഓ, എന്തു പറഞ്ഞാലും അങ്ങനെ നടക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നടക്കണേന്ന് പറഞ്ഞു നോക്കട്ടെ. അതിനു മുമ്പ് മറ്റൊരു കാര്യം പരീക്ഷിക്കാം. മഹാത്ഭുതങ്ങൾ വല്ലതും നടന്നാലോ? എനിക്കെന്തുകൊണ്ടോ ആ യാഗം നടക്കില്ല എന്ന് മനസ്സിൽ തോന്നുന്നു. നീ നാവടക്കൂർമിളെ. ജീവിതത്തിൽ എന്തെങ്കിലും നിന്റെ നാവിന്ന് നല്ലത് വല്ലതും കേട്ടിട്ട് മരിക്കാൻ പറ്റുമെന്നാ. പക്ഷെ അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. ശരിയല്ലേ? അതുകൊണ്ട് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ ചൊറിയരുത്. വൈദ്യരെ കാണാൻ പോയിക്കൊണ്ടിരിക്കുമല്ലേ, അത്ഭുതം നടത്തിത്തരണേ ദൈവം എന്ന് പ്രാർത്ഥിച്ചു. ആ ശരി അച്ഛാ. എന്താടി പറഞ്ഞേ? അവളെ കണ്ടുപിടിച്ചോ അവൻ? ഇല്ല അച്ഛമ്മേ. അവൾ എവിടെ പോയെന്ന് ആർക്കറിയാം. താഴെ എന്താ അവസ്ഥയെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ.
എന്റെ അമ്മോ, സകലതും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവളെയാണെങ്കിൽ കാണുന്നുമില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ശ്രേയ വന്നോ അമ്മേ? ആ, വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞേ. പെട്ടെന്ന് വരാൻ പറ. തല കുത്തി നിന്നാലും അവള് വരാൻ പോണില്ല. ഈ യാഗവും നടക്കില്ല. ഊർമിള എന്താ നിസ്സാരക്കാരിയാണെന്ന് കരുതിയോ? യാഗത്തിന്റെ സകല ഒരുക്കങ്ങളും കഴിഞ്ഞു. ശ്രേയ എവിടെന്ന് അവര് ചോദിക്കുക. ഈ പെണ്ണിനെ ആണെങ്കിൽ കാണുന്നുമില്ല. എടി പെണ്ണേ, നിന്റെ അച്ഛനെ വിളിച്ചു നോക്കിയോ? ദേ ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. ഇതുവരെ ശ്രേയെ കണ്ടെത്തിയില്ലാന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? മിണ്ടാതിരിയുടെ അവിടെ. എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ഒരു മാർഗമേ ഉള്ളൂ. അതെന്താന്നൊന്ന് പറയാമേ. ഇതാണ് ആ മാർഗം. മുഖം മറിച്ച് കതിർമണ്ഡപത്തിൽ ഇരുന്നത് പോലെ നീ ഇവിടെയും ഇരിക്കണം. ഈ യാഗം നടക്കണമെങ്കിൽ ഇനി ഇതേ ഒരു വഴിയുള്ളൂ. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? ഇത് ഉടുക്ക്, ഇനി സമയമില്ല. എന്താടി, എന്നെ കുത്തിക്കൊല്ലാൻ പോവാ? അച്ഛമ്മ എന്നെ ഇങ്ങ് കൊന്നുകളാം. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി കൊല്ലുന്നതിനേക്കാൾ ഒറ്റയടിക്ക് ഒരു കുത്തിന് എന്നെ ഇങ്ങ് കൊന്നുകളയും.
അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഇനി ഉണ്ടാവില്ലല്ലോ. മോളെ വൈദേഹി, നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനാ? പിന്നെ എന്താ അമ്മ ഞാൻ പറയണ്ടേ? ഞാൻ എന്ത് പാവം ചെയ്തിട്ടാ എന്റെ ജീവിതം വെച്ച് അച്ഛമ്മ ഇങ്ങനെ കളിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാടി? ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? ചെയ്തതൊന്നും മതിയായില്ലേ? കല്യാണ മണ്ഡപത്തിൽ നിന്ന് ശ്രേയ ഇറങ്ങിപ്പോയപ്പോ അവളുടെ സ്ഥാനത്ത് മുഖം മറിച്ചെടുത്ത് എന്നെ പിടിച്ച് താലി കെട്ടിപ്പിച്ചു. ഇപ്പൊ വീണ്ടും അതുപോലെ മുഖം മറിച്ച് ഡേവിഡിന്റെ അടുത്ത് പോയി ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞ എന്താ അച്ഛമ്മ എന്റെ ജീവിതത്തെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? ഇതിലിപ്പോ എന്താ വിചാരിക്കാനുള്ളേ? എന്തായാലും ഒരു വട്ടം നീ ഇരുന്നതാണല്ലോ. വീണ്ടും ഒരിക്കൽ കൂടി ഇരുന്നോണ്ട് ഒന്നും കുറയില്ല. ഒന്നും കുറയില്ല എന്നോ? യാഗം കഴിയുമ്പോഴേക്കും രാജദമ്പതിമാരായിട്ട് രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിലാക്കി കഥ അടയ്ക്കും. ആ തട്ട് മാറ്റാതെ തന്നെ ഞാൻ ആ റൂമിലേക്ക് കേറി പോണം. കുഴപ്പമില്ലെങ്കിൽ പറ. ദേവേട്ടൻ എന്റെ ഭർത്താവാ. ഒരു മുറിയിൽ ഒന്നിച്ച് കിടന്നാൽ അതൊരു തെറ്റില്ല. പക്ഷേ അച്ഛമ്മ സമ്മതിക്കോ? എന്തു തോന്നിയാസ നീ പറയുന്നേ? അപ്പൊ അച്ഛമ്മ പറഞ്ഞാൽ ഒരു തോന്നിയാസുമില്ല. ശ്രേയ ഇല്ലാത്തപ്പോ മാത്രം ദേവേട്ടന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനും തിരിച്ചു വരുമ്പോ വേദി ഒഴിഞ്ഞു കൊടുക്കാനും ഞാൻ എന്താ നിങ്ങൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടാന്ന് കരുതിയോ? എനിക്കൊരു മനസ്സുണ്ടെന്ന് ഓർക്കണം. ആ മനസ്സിന്റെ ഉള്ളിൽ എല്ലാരെ പോലെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ താലോലിക്കുന്നുണ്ട്. താലി കെട്ടിയ പുരുഷൻ ആരാണെന്ന് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായ അതൊരു പെൺകുട്ടിക്ക് എത്ര വലിയ നരകാണെന്ന് അച്ഛമ്മയ്ക്ക് അറിയില്ലെന്നാ? ദേവേട്ടനെ കൺമുന്നിൽ കാണുമ്പോഴെല്ലാം എന്റെ സ്വന്താണെന്ന് തോന്നിപ്പോവും. പക്ഷെ എന്റേതല്ല. ഈ വീട്ടിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോ ഇത് എന്റെ വീടാണെന്ന് തോന്നും. എന്നാ എന്റേതാണോ? ചുറ്റുമുള്ളതൊക്കെ എന്റെ സ്വന്തം ബന്ധോ, എന്നിട്ടും അതൊന്നും എന്റേതല്ല. എല്ലാം എന്റേതാണെങ്കിലും എന്റേതല്ല എന്ന് ഭാവിച്ച് ജീവിക്കേണ്ട അവസ്ഥ അച്ഛമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാ? പലപ്പോഴും എന്റെ മാനസിക നില തെറ്റിപ്പോവാറുണ്ട്. ദേവേട്ടനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാനാ ദേവേട്ടന്റെ ഭാര്യ എന്ന് പറയാൻ തോന്നിപ്പോവാ. ഈ കുടുംബം എന്റേതാണെന്ന് എല്ലാരോടും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തോന്നുക. പക്ഷെ ഞാൻ വാക്ക് തന്നു പോയില്ലേ? അതോർത്ത് മാത്രം മോഹങ്ങളെയെല്ലാം മനസ്സിൽ തന്നെ അടക്കി വെക്കുന്നത്, ഒന്നും പുറത്തു പറയാതെ വിങ്ങിപ്പൊട്ടി കഴിയുന്നത്. കൗസല്യേ, മരുമകള് തയ്യാറായിരുന്നെങ്കിൽ ഹോമകുണ്ടം കത്തിക്കായിരുന്നു. ഞാൻ ഇപ്പൊ വിളിക്കാൻ ഗുരുക്കളെ. മോള് അമ്പലത്തിൽ പോയിരിക്കുക. വരുന്ന വഴിയാ. വന്നു കഴിഞ്ഞാൽ നമുക്ക് യാഗം തുടങ്ങാലോ. അവൾ അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടോന്ന് ചോദിച്ചേ. അവരൊന്നും പറഞ്ഞില്ല. കുറച്ചു മുമ്പല്ലേ വരുന്ന വഴിയെന്ന് അവളുടെ അച്ഛമ്മ പറഞ്ഞത്. അതാ ഞാനും പറഞ്ഞു. ഈ സമയത്ത് അവൾ എന്തിനാ അമ്പലത്തിൽ പോയെ? ഉള്ള ടെൻഷനൊന്നും പോരാഞ്ഞിട്ടായിരിക്കും. നിന്റെ പ്രസംഗമൊക്കെ പിന്നീടാവാം. ആദ്യം ഈ യാഗം ഒന്ന് നടന്നു കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് ഈ കത്തി കൊണ്ട് ആ ആപ്പിള് മുറിച്ച് കഴിക്കാം. അവിടെ യാഗം തുടങ്ങാൻ സമയമായിരിക്കാം. ഏത് നേരത്തും ആ തള്ള ഇങ്ങോട്ട് കേറി വന്നേക്കാം. വന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് കൊടുത്തോണ്ട് വാ. ചെല്ലു പെണ്ണേ. എന്ത് വേണേലും നടക്കട്ടെ. ഞാൻ ഇനി ഇതിന് കൂട്ടു നിൽക്കില്ല. എന്താടി നോക്കി നിൽക്കുന്നേ? നീ ഒന്ന് അവളോട് പറയേ. എന്താ അമ്മ പറയുന്നേ? വീണ്ടും അങ്ങനെ ഒരു നാടകത്തിന് അമ്മയും കൂട്ടു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം മാത്രം ജീവിതമായാലോ? എന്നോട് അമ്മയ്ക്ക് എങ്ങനെ ഇതിന് പറ്റുന്നു? മധുര ക്ഷണങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതൊക്കെ ദുസ്വപ്നം പോലെ എന്നെ വേട്ടയാടുന്നത് അമ്മ കാണുന്നില്ലേ? ഇതുവരെ തെറ്റുകൾക്കൊക്കെ ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. ഇനി സഹിക്കാനുള്ള ശക്തി എന്റെ മനസ്സിനില്ല അമ്മേ. എന്നെ വെറുതെ വിട്ടേക്ക്. ഇപ്പൊ നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ അപമാനം സഹിക്കാൻ വയ്യാതെ നിന്റെ അച്ഛൻ തൂങ്ങിച്ചാവും. അച്ഛൻ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരിക്കൽ സമ്മതിച്ചത്. പക്ഷെ പിന്നീടല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. അച്ഛമ്മ എന്റെ ജീവിതം എടുത്തിട്ട് ഇങ്ങനെ അമ്മാനാടാണെന്ന് അറിഞ്ഞാലും എന്റെ അച്ഛനത് സഹിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഇനി പറ്റില്ല. എന്നെ വിട്ടേക്ക്. എന്നാ പോടി.
തെരുവോരത്ത് അനാഥപ്പുഴുവിനെ പോലെ കിടക്കേണ്ടിയിരുന്നവളെ ചോറ് തന്നു വളർത്തിയതിന്റെ നന്ദിയായിട്ടെങ്കിലും കരുതിക്കൂടെ? ഇതിലും ഭേദം അനാഥയായിട്ട് അവിടെ കിടക്കുന്നതായിരുന്നു. ഇതിപ്പോ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരു പുഴുവിനെ പോലെ കിടന്ന് പെടയല്ലേ ഞാൻ. ഇതിനേക്കാളും ഭേദം തെരുവോരത്ത് ഭിക്ഷയെടുത്ത് അനാഥയായിട്ട് ജീവിക്കുന്നതാ. എന്നാൽ ഇത്രയ്ക്കും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. നീ കേട്ടോടി സുലേഖ അവളുടെ അഹങ്കാരം? അതവളുടെ അഹങ്കാരമല്ലമ്മേ, ആത്മാഭിമാനമാണ്. ആരും ചെയ്യാത്ത കാര്യമല്ലേ അവള് നമുക്ക് വേണ്ടി ചെയ്ത്. ഇനിയും ആ കുഞ്ഞിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ലമ്മേ. നിനക്ക് നിന്റെ മോളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചാ പോരെ? അവൾ എങ്ങനെയെങ്കിലും പോട്ടെ സുലേഖേ. അവളും എന്റെ മോള് തന്നെ അമ്മേ. ഒരു മകൾക്ക് ജീവിതം കൊടുക്കാൻ മറ്റൊരു കുഞ്ഞിനെ ബലി കൊടുക്കാൻ ഒരു അമ്മയ്ക്കും കഴിയില്ല. തെറ്റ് ചെയ്തത് നമ്മളല്ലേ അമ്മേ. കല്യാണത്തിന്റെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോ തന്നെ നമ്മൾ സത്യം തുറന്ന് പറയേണ്ടതായിരുന്നു. എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. കൊട്ടാരം വീട് പോയെങ്കിൽ പോട്ടെ, മറ്റൊരു ബന്ധം കിട്ടില്ലായിരുന്നോ? ഒരു കാര്യമില്ലാതെ വൈദേഹിയുടെ ജീവിതമാണ് നമ്മൾ തകർത്തേ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഈ കടമ്പ എങ്ങനെയാ ഒന്ന് കടക്കുക എന്ന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കും. ഇനി ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടൊരു കാര്യമില്ല അച്ഛമ്മേ. വൈദേഹി ചേച്ചി ഒരു കാര്യം തീരുമാനിച്ച പിന്നെ മാറ്റം ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യച്ചമ്മേ, അന്ന് കല്യാണം കഴിച്ചത് ശ്രേയ ചേച്ചിയല്ല വൈദേഹി ചേച്ചി ആണെന്നും പറഞ്ഞ് ദേവേട്ടനോടൊപ്പം വൈദേഹി ചേച്ചി പിടിച്ചിരുത്തി ഹോമം നടത്തിപ്പിച്ച ചെറിയൊരു നാണക്കേടോടെ നമുക്ക് രക്ഷപ്പെടാം. എടാ മാധവ, ഒന്നവിടെ നിൽക്കട. നീ എങ്ങോട്ടായി പോകുന്നേ? നീ എന്താ അവരോട് ചെന്ന് പറയാൻ പോവാണോ? പേടിക്കൊന്നും വേണ്ട. പറയാനായിരുന്നെങ്കിൽ ഞാനിത് എന്നേ പറയണ്ടായിരുന്നു. വൈദേഹി ചേച്ചി സത്യം ചെയ്യിച്ചിരിക്കല്ലേ. ഈ വീട്ടിൽ എല്ലാവരും തോന്നിവാസികളായിരിക്കുക. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഭഗവാനെ. ഇനി എത്ര നേരം വെച്ചാ കാത്തിരിക്കുക? 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ രാഹുകാലം തുടങ്ങുന്നു ഓർക്കുക. അതിനു മുൻപ് ഹോമകുണ്ടം കത്തിച്ചിരിക്കണം. ഞാൻ അവളെ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അമ്പലത്തിൽ നിന്ന് അവള് പുറപ്പെട്ടോന്നൊന്ന് ചോദിച്ചിട്ട് വരട്ടെ. അമ്മേ, അമ്മയോട് നിൽക്കി, ഞാൻ ചെന്ന് നോക്കാം. ശ്രേയ എവിടെയാടാ? എനിക്കറിയില്ല. ഈ യാഗം നടക്കില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ശ്രേയോട്ട് കാണാനുമില്ല എന്ന് വെച്ചാ ശ്രേയെ കാണാതിരിക്കാനുള്ള കാരണവും നീ തന്നെയായിരിക്കും. നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ ഫലം ആഗ്രഹിക്കുന്ന മറ്റൊരാളായി കൂടെ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെന്താണെന്ന് ചെകയാൻ പാടില്ല. നമുക്കനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. അതുകൊണ്ടല്ലടാ. കൂടുതലൊന്നും അച്ഛൻ ചിന്തിക്കാൻ നിൽക്കണ്ട. അച്ഛൻ്റെ മകൻ വരുൺ എത്രയും പെട്ടെന്ന് തന്നെ സിംഹാസനത്തിനുടമയാകും. അതോർത്ത് സന്തോഷിച്ചോ. അല്ല, ശ്രേയെ കാണാതായതിന് ഊർമിളയാണ് കാരണമെന്ന് ഞാൻ ചിന്തിച്ചാൽ മതിയോ? ഇനിയൊരു പക്ഷേ അത് അവളല്ലെങ്കിലോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാം. ഇതൊക്കെ നമുക്ക് ശരിയാകാവുന്നേ ഉള്ളൂ. കുറച്ചു കാലം ഞാൻ പറയണ പോലെ ചെയ്യാം. ഈ ചികിത്സ കൃത്യമായിട്ട് പൂർത്തിയാക്കിയ അജയൻ എഴുന്നേറ്റ് നടന്നിരിക്കും. കുറച്ചു നേരം ഇവിടെ നിൽക്കാം. വീട്ടിലിപ്പൊ എന്തായി കാണോ ആവോ? അവിടെ നിന്നെല്ലാം ആസ്വദിക്കാൻ പറ്റാതെ പോയല്ലോ.
എന്താ നീ ആലോചിക്കുന്നേ? നീ തീരുമാനിക്കുന്നതെല്ലാം അതേപടി നടക്കുമെന്നാ? ഇനി ഞാൻ എഴുന്നേറ്റ് നടക്കരുതേ എന്ന് വല്ലതും പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്തേ വല്ലാതങ്ങ് ആളെ താത്തി കെട്ടുന്നല്ലോ. എന്റെ ആഗ്രഹങ്ങൾ നടക്കില്ലെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? കുറച്ചു മുമ്പ് ഈ യാഗം നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ദേ വീണ്ടും ആവർത്തിക്കുന്നു. കൊട്ടാരം വീട്ടിലെ യാഗം മുടങ്ങും. മുടങ്ങിയില്ലെങ്കിലോ? അത് മുടങ്ങുമെന്ന് ഉറപ്പാ.